ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇനി അവിടെ 4 തരത്തിലുള്ള സ്വീറ്റ് റെസിപ്പീസാണ് കാണിക്കുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നമുക്ക് ആദ്യം ഒരു പാനിലേക്ക് 250 ml പാൽ ഒഴിച്ച് കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്. അപ്പോൾ ഇതിലേക്ക് ഇനി അരക്കപ്പ് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മധുരം അധികം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. പക്ഷേ ഇത് പാകത്തിനുള്ള മധുരമാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇട്ട് കൊടുക്കണം. അതിന് മുന്നേ ഇതിലേക്ക് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി പാലും ഡെസിക്കേറ്റഡ് കോക്കനട്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമുക്കിത് നന്നായിട്ട് പാലൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഈ സമയത്ത് നമ്മൾ മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോകും കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കൂടി ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നല്ലോണം മിക്സാക്കി എടുക്കുക. നെയ്യ് ആഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. വാനില എസൻസ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ വാനില എസൻസ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ആഡ് ചെയ്തത്. പക്ഷേ അധികം ആകാൻ പാടില്ല, ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ചൊന്ന് ചൂടാറി വന്ന ശേഷമാണ് നമുക്കിത് നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുക്കേണ്ടത് കേട്ടോ. ഇനി നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതേപോലെ ഒന്ന് ചോക്ലേറ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഏകദേശം 150 ഗ്രാമാണ് ഇട്ടുള്ളത്. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മെൽറ്റായി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത്. അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും മതി. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് മുകളിൽ വേറൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ മെൽറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഈ പാത്രത്തിൽ ഒട്ടും തന്നെ വെള്ളം ഉണ്ടാകാൻ പാടില്ല. വെള്ളം ഉണ്ടായാൽ ചോക്ലേറ്റ് മെൽറ്റായി കിട്ടൂല കേട്ടോ. അതൊരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റാൻ വേണ്ടിയിട്ട് വെക്കാം. ആ സമയം നമുക്ക് മെൽറ്റായി വരട്ടെ. ആ സമയം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇപ്പോൾ വെന്തത് നമുക്ക് ഇനി ഒന്ന് ബോൾസ് ആക്കിയിട്ട് മാറ്റാം. നമുക്ക് ബോണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഉരുട്ടിയെടുക്കുന്നത്. അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമ്മൾ ഓരോ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കുന്നുണ്ട്. ഇതേപോലെ നീളത്തിലാക്കി കൊടുത്ത ശേഷം നമുക്ക് കൈ വെച്ചിട്ട് തന്നെ അതേ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ ആക്കി എടുക്കുന്നത്. ഇതേപോലെ ഒരു 7 ഇതേപോലെയുള്ള ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. നമുക്ക് ബോണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ഒരേ സൈസിലാകാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഓരോ ബോൾസ് ആക്കിയിട്ട് ആ ഷേപ്പിലാക്കി എടുത്താൽ മതി. അതിൽ നിന്ന് 4 ബോൾസ് ആക്കിയിട്ട് ഇതേപോലെ ഉരുട്ടിയെടുത്ത ശേഷം നമുക്ക് ഡെസിക്കേറ്റഡ് കോക്കനട്ടിലൊന്ന് കോട്ട് ചെയ്തിട്ട് നമുക്ക് കോക്കനട്ട് ലഡു ഉണ്ടാക്കാം. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഓരോ ബോൾസ് ഇതേപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കൊന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ രീതിയിൽ സ്വീറ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിന് മുകളിൽ ഒരു ചെറിയ പീസും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കാണാനും നല്ല ഭംഗിയുണ്ടാവും. ഇതേപോലെ എല്ലാ ബോൾസും അതേപോലെ തന്നെ ആക്കിയെടുക്കാം. അപ്പോൾ എല്ലാം അതേപോലെ തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രീസറിലോ അല്ലെങ്കിൽ ഫ്രിഡ്ജിലോ വെച്ചാൽ മതി. 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ അത് എടുക്കുന്നത്. അത് പെട്ടെന്നാവാൻ വേണ്ടിയിട്ടാണ്. ആ സമയം നമ്മൾ ചോക്ലേറ്റ് ഇപ്പോൾ നല്ലോണം മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇങ്ങനെ ഒരു ബൗളിലാക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കോട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ്. ഞാനത് ഒരു പ്ലേറ്റിലേക്ക് കുറച്ചൊന്ന് ഓയിലാക്കി കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട്.
അങ്ങനെ ആകുമ്പോൾ നമ്മൾക്ക് ഓരോ ബോണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കി കോട്ട് ചെയ്ത് വെക്കുന്ന സമയത്ത് പ്ലേറ്റിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. 10 മിനിറ്റിന് ശേഷം ഫ്രീസറിൽ നിന്ന് എടുത്തതാണ്. അതിന് ശേഷം അതേപോലെ ഈ ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. നമ്മളിങ്ങനെ കോട്ട് ചെയ്തെടുത്ത ശേഷം അതേപോലെ നന്നായിട്ട് തട്ടി കൊടുക്കണം. എന്നാലേ അധികമുള്ള ചോക്ലേറ്റൊക്കെ ആ ബോളിലേക്ക് തന്നെ മാറി കിട്ടും. അല്ലെങ്കിൽ കുറേ പിന്നെ വേസ്റ്റ് ആവും. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഫോക്ക് കൊണ്ട് ഇതേപോലെ ഒന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ ബോണ്ടി ചോക്ലേറ്റിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഉണ്ടാകുന്ന അതേ ഒരു ഡിസൈന് ഈ ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഫോക്ക് വെച്ചിട്ടോ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം ഇനി ഇതേപോലെ തന്നെ ആക്കിയെടുക്കാം. എല്ലാം അതേപോലെ തന്നെ ആക്കിയെടുത്ത ശേഷം ചോക്ലേറ്റ് അധികം ഉള്ളത് തട്ടി കൊടുത്ത ശേഷം അതേപോലെ പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ട് ഫോക്ക് കൊണ്ട് ഇതേ ഒരു ഡിസൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഫ്രീസറിൽ വെക്കാം. ഒരു 10 മിനിറ്റ് ഫ്രീസറിൽ വെച്ചിട്ടാണ് ഞാൻ എടുക്കുന്നത്. അല്ലെങ്കിൽ കുറച്ച് സമയം അധികം വെക്കുകയാണെങ്കിൽ താഴെ വെച്ചാലും മതി. ഇനി നമുക്ക് ഡേറ്റ്സ് ആണ് എടുത്തത്. ഈ കാരക്കൻ്റെ ഉള്ളിലെ കുരു കളഞ്ഞിട്ട് ഇതേപോലെ അത് മാറ്റി കൊടുത്തിട്ട് അതിന് പകരം റോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ബദാം വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ചോക്ലേറ്റിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. നല്ലോണം കവർ ചെയ്യുന്ന രീതിയിൽ ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുത്ത ശേഷം അത് നല്ലോണം അധികമുള്ള ചോക്ലേറ്റൊക്കെ ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കണം. അങ്ങനെ ഫോക്ക് ഉണ്ടെങ്കിൽ അതിൽ വെച്ചിട്ട് തട്ടി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം ഒന്ന് അധികമുള്ള ചോക്ലേറ്റൊക്കെ അതിലേക്ക് തന്നെ ഒഴിച്ച് കിട്ടും. ഇനി ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് ഓയിലാക്കി കൊടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ ഓരോന്ന് കോട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുക. ഇങ്ങനെ ആക്കി കൊടുക്കുന്ന സമയത്ത് അതിനുള്ളിൽ ബദാം വെച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുത്ത ശേഷം വേണം കേട്ടോ അതേപോലെ ആക്കി എടുക്കാൻ. അങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ പുറം ഭാഗം നന്നായിട്ട് ചോക്ലേറ്റ് ഒന്ന് കവർ ചെയ്തെടുക്കാൻ പറ്റുക. ഇനി ഇത് കുറച്ച് ആൽമണ്ട്സ് ഇതേപോലെ ഒന്ന് കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ആൽമണ്ട്സ് ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് റോസ്റ്റ് ചെയ്തതും ആവാം റോസ്റ്റ് ചെയ്യാത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാൻ പറ്റും. എല്ലാം അതേപോലെ തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിൽ വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്തതാണിത്. അതിന് ശേഷം ഇതിൻ്റെ അധികമായിട്ടുള്ള ചോക്ലേറ്റൊക്കെ ഒരു കത്തി വെച്ചിട്ട് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ട് നമുക്കൊരു കത്തി കൊണ്ട് പതുക്കെ ഒന്നിങ്ങനെ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് പ്ലേറ്റിൽ നിന്ന് മാറ്റി കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബോണ്ടി ചോക്ലേറ്റ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റാണ്. പുറം ഭാഗം നല്ല ചോക്ലേറ്റ് കൊണ്ട് കവർ ചെയ്തതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതേവരെ ബോണ്ടി ചോക്ലേറ്റ് ഉണ്ടാക്കാത്തവർ ഈ രീതിയിലും തയ്യാറാക്കി നോക്കുക. നമുക്ക് ഈസി ആയിട്ട് തന്നെ വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പാലും പഞ്ചസാരയും പിന്നെ കുറച്ച് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടായാൽ മതി. അതില്ലെങ്കിൽ നമുക്ക് വീട്ടിലുള്ള തേങ്ങ ചിരവിയിട്ട് അതൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് എടുത്താലും മതി. അങ്ങനെ നമ്മളെല്ലാ സ്വീറ്റും ഇവിടെ റെഡിയായി. നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. പിന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നമുക്ക് ആദ്യം കോക്കനട്ട് ലഡു ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റാണ്, നല്ല സ്വീറ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് ഇട്ടത്. കുട്ടികൾക്ക് വലിയവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇത് നമ്മുടെ ആൽമണ്ട് ഡേറ്റ്സ് ചോക്ലേറ്റ് ആണ്. ഇത് നല്ല ടേസ്റ്റാണ്. ഇതിലുണ്ടാക്കിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ല ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പിയാണ്. ഇനി നമുക്ക് റോസ്റ്റഡ് ആൽമണ്ട് ചോക്ലേറ്റ് ഒന്ന് കഴിച്ചു നോക്കാം. ഇത് ആൽമണ്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തതുകൊണ്ട് ഇതിൻ്റെ ഉൾഭാഗം നല്ല ക്രിസ്പിയും പുറമെ നല്ല സ്വീറ്റും ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ ഈസിയാണ് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.